നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വരാം, കുഴപ്പമില്ല. അയ്യോ അമ്മേ, അമ്മ എന്തിനീ കാല് വയ്യാൻ നടക്കുന്നേ? ഇപ്പൊ സാരമില്ലടാ, കുറേശ്ശെ നടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ. എന്നാലും സൂക്ഷിച്ചമ്മേ. പതുക്കെ അമ്മേ, സൂക്ഷിച്ച് മെല്ലെ ഇരുന്നാ മതി. ഇരിക്കെ. ഇപ്പൊ കാലിന് വേദന ഉണ്ടോ അമ്മേ? വേദനയെല്ലാം പോയി, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാനും അമൃതയും അമ്മയെ കാണാൻ റൂമിലേക്ക് വരാൻ തുടങ്ങിയതാ. എന്താ വിശേഷിച്ച്? അല്ല, അമ്മ പറഞ്ഞിരുന്നല്ലോ ശ്രീകുട്ടി ഇവിടുന്ന് മാറ്റുന്ന കാര്യം. അത് ഏകദേശം റെഡിയായി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ തന്നെ വീടാ. തൽക്കാലം മോളെ അവിടെ നിർത്താം. ഞാനെല്ലാം സംസാരിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. ആ മോളെ പറഞ്ഞയക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ടമ്മേ. പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോ, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മേ, അമ്മയോടെ പറയുന്നേ കേൾക്കുന്നില്ലേ? എന്താ അമ്മേ, ശ്രീകുട്ടിയെ നാളെ രാവിലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടാക്കാം. അല്ല, അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇപ്പൊ തന്നെ കൊണ്ടാകാം. എന്താ? അത് രാത്രിയിലോ? അത് സാരമല്ല, ഒരു 3 മണിക്കൂർ ട്രാവലേ ഉള്ളൂ. എനിക്ക് പ്രശ്നമില്ല. ഇതാ അമൃതയും കൂടെ വരും. എന്നാ ഇപ്പൊ തന്നെ ശ്രീകുട്ടിയെ കൊണ്ട് പോവല്ലേ അമ്മേ? രാത്രി ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ഒരു നിമിഷം മുമ്പ് അവൾ ഇവിടുന്ന് മാറ്റണം. എന്നാലേ ഇവിടെ എല്ലാവർക്കും സ്വസ്ഥത കിട്ടും. അല്ല, അമ്മയുടെ തീരുമാനം അത് പറഞ്ഞാ മതി, അങ്ങനെ ചെയ്യാം. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ശ്രീകുട്ടിയെ ഇന്ന് കൊണ്ടുപോണോ അതോ രാവിലെ മതിയോന്ന്? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാൻ എന്താ, ഇപ്പൊ തന്നെ കൊണ്ടുപോകണം. അതാ എന്റെ അഭിപ്രായം. അതിന് ഐശ്വര്യയുടെ അഭിപ്രായം ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? ഓ, തടസ്സത്തിന് ആള് വന്നല്ലോ. ഇനിയേ അരുണ്ട് ഒരടവും നടക്കില്ല. ഇത് അമ്മ എനിക്ക് തന്ന വാക്കാ. അവളെ ആ ശ്രീകുട്ടിയെ ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് മാറ്റണം, അല്ലേ അമ്മ? അതെ, ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്ത് കോംപ്ലിക്കേഷൻസ്? ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇന്ന് ഇവിടുന്ന് കുഞ്ഞിനെ മാറ്റണം. അത് നീയാണോ അങ്ങ് തീരുമാനിക്കുന്നത്? ഇതേ ചൊല്ലി രണ്ടാളും ഇനി ഒരു തർക്കം വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.